വെളുപ്പിന് എണ്ണിച്ചോടി നമ്മൾ വരുന്നതിൻ്റെ ഒറ്റ ലക്ഷ്യം ജീവിതത്തിൽ സമാധാനം വേണം. എന്തു വേണം? സഭ ആത്മീകമായി വളരുന്നു എന്ന് കണ്ടപ്പോൾ കർത്താവ് 12 പേരെ കൂടാതെ ഒരു 7 പേരെ കൂടെ തിരഞ്ഞെടുത്തു. ആ 7 പേരിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ സ്തേഫാനോസായിരുന്നു. സ്തേഫാനോസ് തൻ്റെ ശുശ്രൂഷകളുമായി മുൻപോട്ട് പോയി. വലിയ ഉണർവ് ദേശത്തുണ്ടായി. പക്ഷേ യഹൂദ മതാനുസാരികൾക്കും അതേപോലെ പുരോഹിത മതത്തിനും പരീശ ശക്തികൾക്കും അതിഷ്ടപ്പെട്ടില്ല. അവരെ ശൗലിൻ്റെ നേതൃത്വത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ട് നിന്ന സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നു. അങ്ങനെ കൊല്ലുന്നത് ശൗലിന് സമ്മതമായിരുന്നു. പക്ഷെ മരിക്കുന്ന സമയത്ത് സ്തേഫാനോസ് പറഞ്ഞൊരു പദം ശൗലിനെ വല്ലാതെ ചിന്തിപ്പിച്ചു. 7-ാം അധ്യായം 60-ാമത്തെ വാക്യം. അവനോ മുട്ടുകുത്തി കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ഇവിടെ ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, 4 സൈഡിൽ നിന്നും പരിശുദ്ധാത്മ പൂർണ്ണനായ കൃപ നിറഞ്ഞ തിരഞ്ഞെടുക്കപ്പെട്ട സ്തേഫാനോസിനെ എറിയുകയാണ്. ഏറുകൊണ്ട് മരിക്കാൻ തുടങ്ങുമ്പോൾ ആ മനുഷ്യൻ മുട്ടുകുത്തിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട അഭിഷേകത്തിൻ്റെ വചനത്തെ കൈക്കൊള്ളാതെ 4 പാട് നിന്ന് എന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഈ മനുഷ്യരുടെ പാപം അവരുടെ മേൽ നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. പ്രാണനെ വിട്ടു. ഇത് കൊല ചെയ്ത ശൗലിന് വലിയ രൂപാന്തരമുണ്ടായി. 100 കണക്കിന് ആളുകളെ ഇന്നലകളിൽ കൊല്ലുന്നതിന് ഒരുപക്ഷെ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരിക്കാം. കാരണം അധികാരപത്രം തൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു മരണം രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവൻ്റെ ജീവിതത്തിൻ്റെ അവസാനവും അല്ലാത്തവൻ്റെ അവസാനവും ഭയങ്കര വ്യത്യാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഭക്തനായ മനുഷ്യൻ്റെ വേർപാട് യേശു ക്രൂശിൽ എന്തു പറഞ്ഞോ അത് പറഞ്ഞാണ് ഈ മനുഷ്യൻ പ്രാണനെ വിട്ട്. യേശു ക്രൂശിൽ കിടന്ന് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. ആ യേശുവിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവനും തനിക്കെതിരെ എറിയുന്നവരെ നോക്കി അതേ വാക്കു പറഞ്ഞു, കർത്താവേ, ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുത്. അവൻ മരിച്ചു. അവനെ വിശുദ്ധന്മാർക്ക് യോഗ്യമായി അടക്കി. ശൗൽ മുമ്പോട്ട് പ്രയാണം ചെയ്യുകയിൽ സ്വർഗം അവനെ അടിച്ച് താഴെയിട്ടു. അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ആരാകുന്നു കർത്താവേ? ഇന്ന് പകലും നമ്മൾ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കുമെന്ന് ചോദിക്കുമ്പോൾ കൂടാരത്തിൻ്റെ ഉടമസ്ഥനായ യേശു ആരാന്നറിയുന്നത് വളരെ നല്ലതാണ്. കഴിഞ്ഞ 7, 10, 20, 40 വർഷങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നീ ആരാധിക്കുന്ന നിന്റെ ആത്മമണവാളന യേശു ആരെന്ന് ഒന്ന് യഥാർത്ഥമായി അറിഞ്ഞാൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാതിരിക്കാനോ ദൈവസന്നിധി വിശുദ്ധിയില്ലാതെ ജീവിക്കാനോ കഴിയത്തില്ല. നമുക്ക് പലപ്പോഴും യേശു ആരാന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശൗലിന് വലിയ പരിവർത്തനമുണ്ടായി. അവൻ കണ്ണ് കാണാത്തവനായി വീട്ടിൽ പാർത്തു. അനന്യാസിനെ ദൈവം അയച്ചു. അനന്യാസ് കൈവച്ച് പ്രാർത്ഥിച്ചു. അവന് സൗഖ്യമായി. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ശമരിയിൽ ജനത്തെ ഭ്രമിപ്പിക്കുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റു. ഒന്ന് വായിച്ച വേഗത്തിൽ 9-ാമത്തെ വാക്യം, 8-9.
എന്നാൽ ഷീമോൻ എന്നു പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. താൻ മഹാൻ എന്ന് പറഞ്ഞു ശമര്യ ജാതിയെ രാവിലെ നിങ്ങളോട് എന്താ സംസാരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ദൈവം പറഞ്ഞൊരു വിഷയമാണ്. ആ പട്ടണത്തിൽ, ഇതൊരു പട്ടണത്തിൽ നടുക്കുള്ള വേലയാണ്. എല്ലാവരും ഇവിടെ ഉണ്ടോ? വായിച്ചുകൊണ്ടിരിക്കല്ലേ, ഞാൻ പറയുമ്പോൾ വായിച്ചാൽ അത് എന്നെ ശ്രദ്ധിക്കണം. സ്തേഫാനോസ് കൊല്ലപ്പെടുന്നു, ശൗൽ പൗലോസായി മാറുന്നു, ശുശ്രൂഷ ശക്തമായി മുന്നേറുന്നു. പക്ഷെ സഭ ചിതറി. സ്തേഫാനോസിൻ്റെ മരണത്തോടെ സഭ പല ദിക്കിലേക്ക് ഓടി. ചിതറിപ്പോയ സഭയുടെ നടുവിൽ പട്ടണത്തിലൊരു വിഷയം. എന്താ പട്ടണത്തിലെ വിഷയം? ഷീമോൻ എന്ന് പേരുള്ള ഒരു ആഭിചാരം ചെയ്യുന്ന മനുഷ്യൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. നാം അറിയാതെ പട്ടണത്തിൻ്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ശക്തികളുണ്ട്. നമ്മൾ പുറമേ കാണുന്നതൊന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൻ്റെ നിയോഗം ശമരിയിൽ വെളിപ്പെട്ടപ്പോൾ ഒരു മനുഷ്യൻ പട്ടണത്തിൽ ഉണ്ടെന്ന് ലോകം അറിയുകയാണ്. അതാരെന്നറിയാമോ? ജനത്തെ ആഭിചാരം ചെയ്ത് മയക്കുന്ന ഒരു മനുഷ്യൻ. നിങ്ങൾ വേഗത്തിൽ ആ 1-2 വാക്യം താഴോട്ടൊന്ന് വായിച്ചേ. ഇവൻ മഹദി എന്ന ദൈവശക്തിയാകുന്നു എന്നും പറഞ്ഞ് ആബാലവൃദ്ധം എല്ലാവരെയും അവനെ ശ്രദ്ധിച്ചു വന്നു. ആബാലവൃദ്ധം എല്ലാവരെയും ഭ്രമിപ്പിച്ച ഒരു മനുഷ്യൻ. അവൻ പറയാണ്, ഞാൻ ആരാണ്? മഹദി എന്ന ദൈവശക്തിയാണെന്ന് പറഞ്ഞ് എല്ലാവരെയും ഭ്രമിപ്പിച്ചു. ആബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കാൻ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചു. ഒരല്ലേലൂയ പറഞ്ഞേ. ഇന്ന് പകൽ ഇവിടെ ആരാധന നടക്കുമ്പോൾ ചില മേഖലകളിൽ ദൈവത്തിന്റെ കരം ചലിക്കണം. വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആരും ഒരു കഥ കേട്ടോണ്ടിരിക്കല്ലേ. ദേശം വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ശൗൽ മാനസാന്തരപ്പെടുന്നു, സ്തേഫാനോസ് മരിക്കുന്നു, സഭ ചിതറുന്നു, ആത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ ദേശത്തെ ജനത്തെ ഭ്രമിപ്പിക്കുന്ന ഒരു വ്യാപാരം, ആഭിചാരം ചെയ്ത് മഗതി എന്ന ദേവനാന്ന് പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്ന ഒരു വ്യാപാരം. ഇവിടെ രാവിലെ ആരാ നടക്കുമ്പോൾ ആ പോരുകളുടെ മേൽ നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ ബിസിനസ്സിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ വ്യാപരിച്ചു നിൽക്കുന്ന പൈശാചിക ആധിപത്യങ്ങളെ ഇന്ന് രാവിലെ ആത്മാവിന്റെ കരുത്തിൽ വെട്ടി അതിനുമേൽ ജയമെടുക്കാൻ ദൈവാത്മാവ് ജനത്തോട് ആലോചന പറയുകയാണ്. ഓ റബലബ ശാന്തരാധര ജലമനബലബലബസ്. ഓ, അപ്പോൾ അടുത്ത വാക്യം വായിച്ചു. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശിമോൻ താനും വിശ്വസിച്ചു സ്നാനമേറ്റു. ആഭിചാരക്കാരനായ ശിമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റു. ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവർത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. നാട്ടുകാരെ ഭ്രമിപ്പിച്ചവൻ ഇപ്പോൾ ഇവിടെ സഭയ്ക്കകത്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട്. അവൻ ഭ്രമിച്ചു. എല്ലാവരും ഇവിടെ ഉണ്ടോ? അവൻ ഇത്രയും കാലം ആരെ ഭ്രമിപ്പിക്കുകയായിരുന്നു? പട്ടണവാസികളെ മുഴുവൻ ഭ്രമിപ്പിക്കുകയായിരുന്നു. പക്ഷെ ആത്മാവിൻ്റെ ശക്തി പട്ടണത്തിൽ ചലിക്കാൻ തുടങ്ങിയപ്പോൾ, ആത്മാവിൻ്റെ ആരാധന പട്ടണത്തിൽ ചലിക്കാൻ തുടങ്ങിയപ്പോൾ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽ വെറുതെ വന്ന് കൈയടിച്ച് പാടി പോകരുത്. ചില മേഖലകളിൽ യേശുവിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കുമെന്ന് ഉറപ്പുള്ളവര്. ഓ ഹല്ലേലൂയ. സമയമല്ലോ, വേഗത്തിൽ വായിക്കണം. 1-2 വാക്യം താഴോട്ട് വായിച്ചാലേ ആ ദൂത് പറയാനൊക്കത്തുള്ളൂ. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. അടുത്ത വാക്യം. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറെ
അവർക്ക് ദ്രവ്യം കൊണ്ടുവന്ന് ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരയണമെന്ന് പറഞ്ഞു. അടുത്ത വാക്യം. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. അടുത്ത വാക്യം. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധത്തിലും അകപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് ഭവിക്കാതിരിപ്പാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന് ഉത്തരം പറഞ്ഞു. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ. ഈ മനുഷ്യൻ എന്തിനാ സഭയ്ക്കകത്ത് വന്നേ? നിങ്ങൾ ആ വേദഭാഗം ശ്രദ്ധിച്ചോ? പത്രോസ് കൈവെക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വിശുദ്ധരായ ദൈവജനത്തിൻ്റെ മേൽ അഭിഷേകം പകരുന്നത് കണ്ടു. പത്രോസ് പറഞ്ഞതുപോലെ തന്നെ അന്യഭാഷയിൽ അവർ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ ഈ ആഭിചാരം വിട്ട് രക്ഷിക്കപ്പെട്ട് ചേർന്ന് പീലിപ്പോസിനോട് കൂടെ നിന്ന് ഈ മനുഷ്യൻ ചെന്ന് പറഞ്ഞു, ഞാനും കൈവെക്കുമ്പോൾ നീ ചെയ്യുമ്പോൾ വെളിപ്പെട്ടതുപോലുള്ള ദൈവകൃപ വെളിപ്പെടണം. അതിന് നിനക്ക് എത്ര പണം വേണമെങ്കിലും കാരണം ഇവൻ നാട്ടുകാരെ വഞ്ചിച്ച് ഇഷ്ടം പോലെ പൈസ അവൻ്റെ കയ്യിൽ ഉണ്ട്. ആഭിചാരം ചെയ്ത് ജനത്തെ വഞ്ചിച്ചു മേടിച്ച പണം ഇവനുണ്ട്. അത് കാശ് കൊടുത്ത് ആത്മാവിനെ മേടിച്ചിട്ട് അതൊരടുത്ത ആദായ മാർഗമാക്കാമെന്ന് ഇവൻ വിചാരിച്ചു. പക്ഷെങ്കിൽ നേരില്ലാത്ത ഈ മനുഷ്യൻ, ഹല്ലേലൂയ, ഹൃദയത്തിൽ കപടമുള്ള ഈ മനുഷ്യൻ, രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. നാം ആരാധന ഇരിക്കുമ്പോൾ ദൈവം നോക്കുന്നത് നിന്റെ അകത്തെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. ഇവിടെ രാവിലെ വന്നോ വന്നില്ലയോ എന്നുള്ളതല്ല, പാടിയപ്പോൾ കൂടെ പാടിയോ പാടിയില്ലയോ എന്നുള്ളതല്ല, കൈയടിച്ചപ്പോൾ കൂടെ കൈയടിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, അന്യഭാഷ പറഞ്ഞോ പറഞ്ഞില്ലയോ എന്നുള്ളതല്ല. നിന്റെ ഹൃദയത്തിന്റെ അകത്തെ ലക്ഷ്യം എന്താണെന്നാണ് ഈ രാവിലെ ദൈവം നോക്കുന്നത്. നീ ഒരു പരമാർത്ഥ ഹൃദയത്തോടെയാണ് ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കാൻ വന്നതെങ്കിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നോക്കി 21-ാമത്തെ വാക്യം ഒരിക്കലൂടെ വായിക്കും. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായകൊണ്ട് ഒരു സ്തോത്രം പറഞ്ഞേ, നല്ല സ്തോത്രം പറഞ്ഞേ. രാവിലെ ക്ഷീണമൊക്കെ മറന്നൊരു സ്തോത്രം പറഞ്ഞേ. ഇവിടെ രാവിലെ സങ്കീർത്തനത്തിൽ കേട്ടത് തന്നെ ഈ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കുമില്ല, ഓഹരിയുമില്ല. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഒരല്ലിയ പറഞ്ഞേ, അവൻ സഭയ്ക്കകത്ത് വന്നെങ്കിലും എന്തു വിട്ടില്ല? വഷളത്വം വിട്ടില്ല. നേരുള്ളവനല്ലായിരുന്നു, ദ്രവ്യാഗ്രഹിയായിരുന്നു. ഏതു വിധേനയും മറ്റുള്ളവരെ വശീകരിച്ചോ വഞ്ചിച്ചോ പണം മേടിക്കുക, അതവൻ്റെ ലക്ഷ്യമായിരുന്നു. പക്ഷെങ്കിൽ ആത്മാവുള്ള പത്രോസ് അവനെ വിവേചിച്ചു. ഒരു സ്തോത്രം പറയണം. 5-ാം അധ്യായത്തിൽ അനന്യാസ് ചത്തു, 5-ാം അധ്യായത്തിൽ സഭീറ ചത്തു. പക്ഷേ 8-ാം അധ്യായത്തിൽ അനന്യാസ്, ഈ ശീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ പത്രോസ് നീ വഷളത്വം വിട്ടു മാനസാന്തരപ്പെട്ടു വന്നാൽ ഒരു പക്ഷെങ്കിൽ ദൈവം നിന്റെ പാപം ക്ഷമിക്കുമായിരിക്കുമെന്ന് പറഞ്ഞു. രാവിലെ ഒരു സ്തോത്രം ചെയ്തേ. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ദൈവത്തിന് നിരക്കാത്ത ഒരു ചിന്ത നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ നീ ഒന്ന് മാനസാന്തരപ്പെട്ട് അതൊന്നേറ്റു പറഞ്ഞ് ദൈവത്തോട് നിലവിളിച്ച് ഈ ആലയത്തിന്റെ ഗേറ്റ് കടക്കുന്നതിന് മുമ്പേ നിന്റെ മേലൊരു കൃപ തന്ന് നിന്നെ മാനിപ്പാൻ ദൈവം മതിയായവനാ. ശീമോൻ ദൈവത്തോട് പറയുകയാണ്, നീ പറഞ്ഞതൊന്നും എനിക്ക് ഭവിക്കാതിരിപ്പാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചിന്ന് രാവിലെ. അല്ലെ ചിലതൊക്കെ മാറിപ്പോകട്ടെ. ആഭിചാരത്തിന്റെ ശക്തികൾ പട്ടണത്തിൽ നിന്ന് മാറട്ടെ. ജനത്തെ വഞ്ചിക്കുന്ന വ്യാപാരങ്ങൾ പട്ടണത്തിൽ നിന്ന് മാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വിവരിക്കുന്നില്ല. ഏറ്റവും വലിയ ആഭിചാരം എന്താണെന്നറിയാമോ? മത്സരം. നിങ്ങളുടെ ഇടയിൽ മത്സരമുണ്ടോ? വിശ്വാസികളുടെ ഇടയിൽ മത്സരമുണ്ടോ? ശുശ്രൂഷക വൃന്ദത്തിൻ്റെ ഇടയിൽ മത്സരമുണ്ടോ? മത്സരികൾ ഉള്ളിടം വരണ്ട ദേശം പോലെയാകും.
ഇന്ന് രാവിലെ കാലം ദൈവത്തിൻ്റെ പേരിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാ മത്സര ചിന്തകൾ വിടണം. നിനക്കില്ലാത്ത എന്തെങ്കിലും കാശ് കൊടുത്ത് മേടിക്കാമെന്ന് വിചാരിക്കല്ല. തന്ന കൃപയുമായി മുൻപോട്ട് സ്റ്റെപ്പ് വെച്ചാൽ അത് കൃപ ലഭിച്ച നോഗയോടും പറഞ്ഞ് നിഷ്കളങ്കനായി നടക്ക്, നേരുള്ളവനായിരിക്ക്. 99-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് പറഞ്ഞ നീ നിഷ്കളങ്കനായി നടക്ക്. ഇന്ന് രാവിലെ എന്നോടും നിങ്ങളോടും പറയുന്ന നിഷ്കളങ്കനായിരിക്ക്. ദൈവസന്നിധി നിഷ്കളങ്കനായിരുന്നാൽ നീ പാർക്കുന്ന പട്ടണത്തിൽ അക്കാലത്ത് അനന്തരം ശമര്യയിലും യഹൂദയിലും ഗലീലയിലും സഭയ്ക്ക് വലിയ പറഞ്ഞേ നിങ്ങൾ വാക്യം മറന്നുപോയോ? സഭയ്ക്ക് ഇന്ന് രാവിലെ വേണ്ടി സമാധാനമാ. കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് പോയിട്ട് സമാധാനമില്ലെങ്കിൽ എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, ഇതുവരെ ഇല്ലാത്ത ഒരു സമാധാനം. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഇതുവരെ ഇല്ലാത്തൊരു സമാധാനം ദൈവം നിനക്ക് വേണ്ടി നൽകാൻ പോകുകയാണ്. നോക്കി, ആഭിചാരത്തിൻ്റെ ശക്തിയെ പത്രോസ് ബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ വിടുതലുകൾ സമയമില്ലോട്ട് പെട്ടെന്ന് വായിച്ചേ. അതിൻ്റെ 33-ാമത്തെ വാക്യം 9-ാം അധ്യായത്തിൻ്റെ 33 അവിടെ പക്ഷവാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന എനയാസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. ഐനയാസ് എന്ന പേരിൽ ഒരു മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, ഐനയാസേ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക. പട്ടണത്തിൽ ഒരു ആഭിചാരത്തിന്റെ ശക്തിയെ മാറ്റിക്കഴിഞ്ഞപ്പോൾ പട്ടണത്തിനകത്ത് കിടക്കുന്ന വർഷങ്ങളുടെ പഴക്കമുള്ള കെട്ടടിയാൻ പോകുകയാണ്. 8 വർഷമായി ഒരു കുടുംബത്തെ കെട്ടിയേക്കുക. ഐനയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 8 വർഷമായി പക്ഷപാതം പിടിച്ച് കിടപ്പില. പ്രൈസ് ദി ലോർഡ്. ഈ ശീമോൻ എന്ന ആഭിചാരക്കാരൻ്റെ കെട്ടഴിച്ച് പട്ടണം സ്വതന്ത്രമായപ്പോൾ വർഷങ്ങളായി ബന്ധിക്കപ്പെട്ട് കിടന്ന അനനിയാസ് എഴുന്നേറ്റു. ഒറ്റ വാക്ക്, അനനിയാസേ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു. ഒറ്റ വാക്കിൽ അവൻ എഴുന്നേറ്റു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, വർഷങ്ങളായി ദുഷ്ടൻ കെട്ടിയ ബന്ധിച്ച ചില കുടുംബങ്ങൾ രോഗമാകാം, ശാപമാകാം. ഈ രാവിലത്തെ ആരാധനയിൽ ആത്മാവ് പറയുന്നു, ഇവിടെ ഇരിക്കുന്നവരോട് മാത്രമല്ല, ലൈവിൽ കാണുന്ന ആയിരക്കണക്കിന് ആളുകളോട് ഞാൻ പറയട്ടെ, നിന്റെ കൂടാരത്തിനകത്ത് വർഷങ്ങളായി കിടക്കുന്ന ചില ശാപം പോലെയുള്ള രോഗങ്ങൾ, വിട്ടുമാറാത്ത ചില ശാപബന്ധനങ്ങൾ, ചില രോഗശക്തികൾ ഇന്ന് രാവിലെ വേരോട് അഴിഞ്ഞു മാറുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. തീർന്നില്ല, പ്രശ്നം സഭയ്ക്കകത്തേക്ക് കയറി. അടുത്ത വാക്യം വായിച്ച് 36. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീര എന്ന പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു. നോക്കിയോ, പുറത്ത് സൗഖ്യം നടക്കുന്നു, പക്ഷെ അകത്തൊരാൾ ദീനം പിടിച്ചു മരിച്ചു. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പ്രൈസ് ദി ലോർഡ്. ദേശത്തിൻ്റെ ആഭിചാരത്തെ കെട്ടി അഭിഷേക ശുശ്രൂഷയിൽ സ്നാനപ്പെടുന്നു. അപ്പോൾ തന്നെ ദേശത്തെ ചില വർഷങ്ങൾ പഴക്കമുള്ള കെട്ടഴിയുന്നു. അപ്പോൾ തന്നെ അകത്ത് കർത്താവിന് വേണ്ടി കുടുംബബന്ധം പോലും വേണ്ടെന്ന് വെച്ച് സ്വയം വിധവയായിത്തീർന്ന സഹോദരിമാരുടെ കൂട്ടത്തിനകത്ത് എല്ലാ സഹോദരങ്ങൾക്കും നല്ല ഉടുപ്പൊക്കെ നെയ്തു കൊടുത്ത പ്രാർത്ഥനാ നിരതയായിരിക്കുന്ന സഹോദരി ചെറിയൊരു അസുഖം വന്നു. 8 വർഷം സോക്കേറുള്ളവൻ ചത്തില്ല, പക്ഷെ ഇപ്പം അസുഖം വന്ന സബീറ എന്ത് ചെയ്തു? മരിച്ചു. ഒരല്ലേ പറഞ്ഞേ, അപ്രതീക്ഷിതമായി കയറി വരുന്ന ചില മരണങ്ങൾ, ചെറിയ ചില രോഗത്തിൻ്റെ അകത്ത് ചിലതിനെ ഭൂമുഖത്തു തന്നെ തുടച്ചു മാറ്റാൻ ശത്രു ആത്മാവിൻ്റെ ചൈതന്യമുള്ള ആരാധന ഒരു ഭാഗത്ത് വെളിപ്പെടുമ്പോൾ തന്നെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ എനിക്ക് അവിടെയുള്ള സഹോദരിമാരെ ഭയങ്കര ഇഷ്ടമാണ്. ഈ സഹോദരിമാർ മരിച്ചുടനെ ആ നെഞ്ചത്തടിച്ച് തന്നെത്താനടിച്ച് കരഞ്ഞു പിടിച്ച് ശല്യം ഉണ്ടാക്കാതെ ഈ തബീരയെ കുളിച്ചൊരുക്കി പ്രാർത്ഥനാ മുറിയിലോട്ട് കൊണ്ട് കിടത്തി. ഏലീശായുടെ കാലത്ത് ശൂനേംകാരൻ ചെയ്തതുപോലെ
ഈ മരിച്ച വിധവയായ തബീര എന്ന പെൺകുട്ടിയെ പ്രാർത്ഥനാ മുറിക്കകത്തുകൊണ്ട് ഒരുക്കി കടത്തിയിട്ട് നേരെ അഭിഷേകമുള്ള പത്രോസിനെ ഈ കാര്യം അറിയിച്ചു. പത്രോസ് തൊട്ടടുത്തുണ്ടെന്ന് അറിഞ്ഞിട്ട് അവനെ അറിയിച്ചു. പത്രോസ് വേഗം വന്ന് കരയുന്നവരെയും പദം പറയുന്നവരെയും ഒക്കെ പറഞ്ഞ് അങ്ങോട്ട് പുറത്തോട്ടിറക്കിയിട്ട് ആ ശവത്തിൻ്റെ അടുക്കൽ മുട്ടുകുത്തി. ഒരല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. സ്തേഫാനോസ് മുട്ടുകുത്തി പ്രാണനെ വിട്ടെങ്കിൽ പത്രോസ് മുട്ടുകുത്തി പ്രാണനെ തിരിച്ചു പിടിച്ചു. ഒരല്ലേലൂയ പറയണം. മരിച്ചുപോയ തബീതയുടെ മുഖത്ത് നോക്കി പത്രോസ് പറഞ്ഞു, തബീതേ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ആത്മാവ് പ്രവചിച്ചു പറയുന്നു, ചില നിർജീവമായ വിഷയങ്ങൾ, മരിച്ചെന്ന് പറഞ്ഞ വിഷയങ്ങൾ, ചൈതന്യം നഷ്ടപ്പെട്ട വിഷയങ്ങൾ, ചലനമറ്റപ്പെട്ട വിഷയങ്ങൾ വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഇന്ന് രാവിലെ ചലനമറ്റ ചില വിഷയങ്ങളുടെ മേൽ, നിർജീവമായ വിഷയങ്ങളുടെ മേൽ എൻ്റെ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ കരം ചലിക്കുകയാ. ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കാതെ നന്നായി കരമൊന്നടിച്ച് ദൈവത്തെ ആരാധിച്ച്, ഇതൊരു വിടുതലിന്റെ പകല. നീ ഇവിടെ വന്നതല്ല, സ്വർഗം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഓ റബലമന ശംദരദര വൈഡരമന. ഹല്ലേലൂയ. എത്ര പേര് ഈ രാവിലെ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിർജീവമായ ചില വിഷയം, ചലനമറ്റ വിഷയം, മോർച്ചറി കയറ്റി വെച്ചതുപോലെ കട്ടിലേക്ക് കയറ്റി ഒരുക്കി കെട്ടിവെച്ച വിഷയം ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ചലനം വെക്കുമെന്ന്, എഴുന്നേറ്റിരിക്കുമെന്ന്, എഴുന്നേറ്റ് നടക്കുമെന്ന് വിശ്വസിക്കുന്നവരുടെ വന്നിട്ടുണ്ടെങ്കിൽ അവർ മാത്രം ദൈവത്തെ ആരാധിച്ച് ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ചില വിഷയങ്ങളുടെ മേൽ നാളുകളായി നിർജീവമായ ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് രാവിലെ യേശുവിന്റെ കരം ചലിക്കുകയാ. ഓ റബലമന റബലമന രഗദമന റിബലബലബസ്. ഹല്ലേലൂയ. ഇനിയും അത് എഴുന്നേക്കത്തില്ല, ഇനിയും അത് തുടരത്തില്ല, ഇനിയും അത് ചലിക്കത്തില്ല, ഇനി അത് വളരത്തില്ല. അതിൻ്റെ കഥ കഴിഞ്ഞു, അവൻ്റെ കഥ കഴിഞ്ഞു, തീർന്നു, പൂട്ടി കെട്ടി എന്നൊക്കെ ലോകം പറഞ്ഞെടുത്ത് ഇന്ന് പകൽ പറയുന്നു, നീ പത്രോസിനെ വിളിക്ക്, നീ അഭിഷേകമുള്ളവനെ വിളിക്ക്. അഭിഷേകമുള്ളവൻ നിർജീവമായ മണ്ഡലത്തിൽ വരട്ടെ. അവൻ മുട്ടുകുത്തിയാൽ, പ്രാർത്ഥിക്കുന്നവൻ മുട്ടുകുത്തിയാൽ, അഭിഷേകമുള്ളവൻ മുട്ടുകുത്തിയാൽ, വർഷങ്ങളായതിന്റെ വിഷയത്തിന്മേൽ ഇന്ന് പകൽക്കാർ ഒരു പുതുജീവൻ വെക്കുമെന്ന് വിശ്വസിക്കുന്നവര് മാത്രം. ഓ ചില തൊട്ടു ദൈവം ഇടപെടുകയാ, ചില തൊട്ടു ദൈവം ഇടപെടുകയാ. ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തി, നിർജീവത്വം വന്ന ചില വിഷയങ്ങൾ, മരിച്ചെന്ന് പറഞ്ഞ വിഷയങ്ങൾ. ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം ശക്തമായി ചിലരെ ഉപയോഗിക്കുകയാണ്. ഫിലിപ്പോസിനെ ഗസയ്ക്ക് കൊണ്ടുപോകുന്നു. കന്ദക്കരാഞ്ഞിയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ണൻ സ്നാനപ്പെടുന്നു. ആഭിചാരക്കാരൻ്റെ ആഭിചാരം വിട്ട് സഭയ്ക്കകത്ത് വന്ന് സ്നാനപ്പെട്ട് അവൻ ആദ്യം ഇച്ചിരി കുരുത്തക്കേട് കാണിച്ചെങ്കിലും പിന്നീട് അവൻ ദൈവത്തിന് ദാസനായി മാറുന്നു. 8 വർഷമായി പക്ഷപാതം പിടിച്ചവൻ സൗഖ്യമാകുന്നു. മരിച്ചുപോയ തബീത എന്ന പെൺകുട്ടി അഭിഷക്തൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ എഴുന്നേറ്റ് ജീവനുള്ളവളായി മാറുന്നു. ഒരല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ അങ്ങനെ ഗലീലയിൽ, അങ്ങനെ ശമരിയിൽ, അങ്ങനെ യഹൂദയിൽ സഭയ്ക്ക് എന്തുണ്ടായി? വലിയ സമാധാനമുണ്ടായി. ഒരല്ലേലൂയ പറഞ്ഞേ. ഇനി ആ വാക്യം ഒന്നുകൂടെ വായിക്കും. അങ്ങനെ യഹൂദിയ, ഗലീല, ശമരി എന്നീ ദേശങ്ങളിലൊക്കെ ഈ സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധനവ് പ്രാപിച്ചു. ഒരല്ലേലൂയ പറഞ്ഞേ. കുഞ്ഞെ, സഭായോഗത്തിന് പോയാൽ തിരിച്ചു വരുമ്പോൾ ഒരു ആത്മീക വർധനവ് വേണം. വല്ലവൻ്റെ നുണയും കേട്ട്, കൊതിയും കേട്ട്, കുറ്റപ്പെടുത്തലും കേട്ട്, പരസ്പരം പഴിയാരുന്നതും കേട്ട് നീ പോയ സന്തോഷം തിരിച്ചു വരുമ്പോൾ ഇല്ലാതെ വന്നിട്ട് കാര്യമില്ല. നീ ആരാധനയ്ക്ക് വന്നാൽ നിനക്ക് ഒന്ന് സമാധാനം കിട്ടണം, 2 ആത്മീക വർധനം ഉണ്ടാകണം. ആത്മീക വർധനമില്ലേ പോകാതിരിക്കുന്ന നല്ലത്. പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ എന്തോ ഉണ്ടാകണം? നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച കർത്താവേ, എനിക്കകത്തൊരു സമാധാനം തരണം. 2 എനിക്കൊരു ആത്മീക വർധനവ് തരണം. പലയിടത്തും പോയി തിരിച്ചു വരുമ്പോൾ ഉള്ള വർധനം കൂടെ പോവാ.
ഉള്ള ആത്മീകവും പോയി, ആത്മീക വർധനവും പോയി, സമാധാനവും പോയി. പോയത് അബദ്ധമായല്ലോ എന്ന് പറഞ്ഞ് പലരും മടങ്ങി വരുമ്പോൾ ഇന്ന് പകൽ ആരാധന കഴിയുമ്പോൾ നീ പറയണം, എനിക്കൊരു ആത്മീക വർധനവുണ്ടായി. സന്തോഷമുള്ളവർ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിച്ചേ. ആത്മീക വർധനവുണ്ടായാൽ, അടുത്ത വാക്യം വായിച്ചവനെ, ആത്മീക വർധനവുണ്ടായാൽ കർത്താവിനോടുള്ള ഭക്തിയിലും ശ്രദ്ധിച്ചേ, ആത്മീക വർധനവുണ്ടായാൽ പാസ്സോട് ഭക്തി ഉണ്ടായെന്നല്ല, പ്രസ്ഥാനത്തോട് ഭക്തി ഉണ്ടായെന്നല്ല. ഹലോ, നിന്റെ ഫോൺ വിളിച്ച് നുണയും കൊതിയും കേൾക്കുന്നവരോട് ഭക്തി ഉണ്ടായെന്നല്ല. ആത്മീക വർധനവുണ്ടായാൽ സഭയ്ക്ക് എന്തുണ്ടാകും? കർത്താവിനോടുള്ള, എല്ലാവരും പറ, ഇന്ന് രാവിലെ മറ്റാരോടും ഭക്തി വേണ്ട. ആരും നിന്നെ ഗുണപ്പെടുത്തത്തില്ല. വിളിക്കുന്നവരും പറയുന്നവരും എല്ലാം നിന്നെ നശിപ്പിക്കാനാ. നീ ഒരാളെ ആശ്രയിച്ച് മറ്റൊരുത്തന് രക്ഷയില്ലെന്നേ. നിന്റെ ഭക്തി ഇന്ന് രാവിലെ കർത്താവിനോട് വർദ്ധിക്കണം. ഏതൊരു വ്യക്തിക്ക് കർത്താവിനോട് ഭക്തി ഉണ്ടാകുമോ അവനെ ആദരിക്കുന്നൊരു ദൈവമുണ്ട്. സന്തോഷമുണ്ട്, കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് അവർ കർത്താവിനോടുള്ള ഭക്തിയിലും പിന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രബോധനം, PhD പ്രബോധനമല്ല, MDന്റെ പ്രബോധനമല്ല, കൗൺസിലിംഗിന്റെ പ്രബോധനമല്ല, BTHന്റെ പ്രബോധനമല്ല. ആരുടെ പ്രബോധനം? എടാ, സഭയ്ക്കകത്ത് വെളിപ്പെടേണ്ട ബുദ്ധിയുടെ ശുശ്രൂഷയല്ല, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ. ഒരു നല്ല അല്ലേ പറഞ്ഞേ, കർത്താവിനോടുള്ള ഭക്തിയും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനങ്ങളും. ഇന്ന് രാവിലെ ആത്മാവ് ഇടപെടുക എന്ന് ഉറപ്പുള്ളവര് മൗനമായിരിക്കരുത് കേട്ടോ. ആത്മാവിന്റെ ശക്തമായ ഇടപെടൽ നടക്കുകയാ. സഭയ്ക്കകത്ത് വന്നാൽ ഇടപെടേണ്ടത് പരിശുദ്ധാത്മാവാ. ഓ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവാണ് ശുശ്രൂഷിച്ചെങ്കിൽ അനനിയാസ് ചത്തുവീഴും. പരിശുദ്ധാത്മാവാണെങ്കിൽ സബീറ ചത്തുവീഴും. പരിശുദ്ധാത്മാവാണെങ്കിൽ ആഭിചാരക്കാരനായ ശീമോന്റെ കെട്ടഴി. പരിശുദ്ധാത്മാവാണെങ്കിൽ അയനിയാസ് എഴുന്നേറ്റ് വരും. പരിശുദ്ധാത്മാവാണെങ്കിൽ തബീത ഉയർക്കും. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാവിലെ സഭയ്ക്കകത്ത് കമ്മിറ്റി അല്ല കളിക്കേണ്ടത്, സഭയ്ക്കകത്ത് ബുദ്ധിയല്ല കളിക്കേണ്ടത്, സഭയ്ക്കകത്ത് പണമല്ല കളിക്കേണ്ടത്. സഭയ്ക്കകത്ത് വെളിപ്പെടേണ്ടത് ആത്മാവിന്റെ ശക്തി. ഉറപ്പുള്ളവര് മാത്രം വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ കരമടിച്ച് ആരാധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ സാംദാനിയലിന്റെ വീട്ടില് രാത്രി യോഗം ഉണ്ടായിരുന്നു. കുറച്ച് പേരേ ഉള്ളൂ, 10-20 പേര്, 25 പേര് താഴെ ഉള്ളൂ. പക്ഷെ 25 പേരുടെ മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു 250 പേരുള്ളതിനെക്കാട്ടി വലിയ അസാധാരണമായ ആരാധന വെളിപ്പെട്ടു. ഞങ്ങൾ വരുന്ന വഴിക്കല്ലാതെ പറഞ്ഞുകൊണ്ടാ വന്നേ. ആള് കൂടുന്ന അല്ല വിഷയം, അതിനകത്തൊരു ഐക്യതയും ഒരു യൂണിറ്റിയും ഉണ്ടെങ്കിൽ അവിടെ വലിയ ദൈവകൃപ വെളിപ്പെടും. സന്തോഷമുള്ളവർ മാത്രം ദൈവത്തെ ആരാധിച്ച് ഭവനങ്ങളുടെ ഉള്ളറകളിൽ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞങ്ങൾ ചെന്ന് ഒരു പാട്ടൊക്കെ പാടി കൈയടിപ്പിച്ച് 2 ഡയലോഗൊക്കെ പറഞ്ഞ് ആത്മാവിനെ വരുത്തുവല്ലായിരുന്നു. ആ വീട്ടിൽ പ്രാർത്ഥനയുള്ള വീടാ. പ്രാർത്ഥനയുള്ള വീട്ടിൽ ചെന്ന് കയറിയാൽ അറിയാമെന്നേ, അവിടെ ദൂത് ഉണ്ടാക്കിക്കൊണ്ട് പോകണ്ട, ദൂത് ഉണ്ടായിക്കോളും. നല്ല അല്ലേ പറഞ്ഞേ. പ്രാർത്ഥനയുള്ള ഭവനമാണെങ്കിൽ ശുശ്രൂഷ അവിടെ ദൈവം തരും. എല്ലാവരും ചേർന്ന് നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന് ഹിതമല്ലാത്ത എല്ലാം ഒന്ന് മാറ്റി വച്ചിട്ട് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചെവിക്കാർക്കും വേനയില്ലല്ലോ ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ട്? അല്ല, ആരും ചെവിക്കകത്ത് വിരൽ വെച്ചിട്ടില്ലല്ലോ. ചില പുള്ളിയുണ്ട് ആരാണെങ്കിൽ വരുന്ന ചെവിക്കകത്ത് വിരലിട്ടുണ്ടാ. പിന്നെ പുള്ളി മൊബൈലിൽ ഇങ്ങനെ ശബ്ദം നോക്കിക്കൊണ്ടിരിക്കുക. നിന്നെ വിളിച്ചത് ശബ്ദം നോക്കാനല്ല, നിന്നെ വിളിച്ച ആത്മാവിൽ ആരാധിക്കാനാ. ഹല്ലേലൂയ. ഞാൻ ഓർത്തു ഈ തബീതയുടെ ചെവിക്കകത്ത് ഒരു പഞ്ഞി വെച്ചില്ല, മൂക്കിനകത്തെ പഞ്ഞി വെച്ചുള്ളൂ. ചെവിക്കകത്ത് പഞ്ഞി വെച്ചായിരുന്നെങ്കിൽ തബീതെ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ കേൾക്കത്തില്ലല്ലോ, പഞ്ഞി വെച്ചടച്ചേക്കല്ലേ. എടാ, നിന്റെ കുടുംബത്തിലെ ഗുണം പോകുന്നത് നീ പഞ്ഞി വെച്ചോണ്ട് വരുന്നതുകൊണ്ട്. ആരാധനയ്ക്ക് നീ ശബ്ദം നിയന്ത്രിക്കാനല്ല വരേണ്ടത്, ആത്മാവിനെ ഏറ്റെടുക്കാൻ വരണം. സന്തോഷമുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിച്ച് ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കാൻ നിന്റെ കാത് തുറന്നാൽ നോക്കിയേ. പുറത്ത് കരച്ചിൽ, കുറെ പഴയ ഉടുപ്പും പുതിയ ഉടുപ്പും എല്ലാം മേടിച്ച് തബീത ഞാൻ കൊണ്ടാക്കി തന്ന എന്നൊക്കെ പറഞ്ഞ് തബീതയുടെ ഗുണം പറഞ്ഞ് കരയുമ്പോൾ അകത്ത് ജീവൻ.
കാരണം അകത്ത് ആത്മാവുള്ളവൻ കയറി. ഇന്ന് രാവിലെ നിന്റെ വീടിന്റെ പുറത്ത് വിലാപമല്ല ഉയരേണ്ടത്, വിലാപത്തെ നൃത്തമാക്കുന്ന, ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നിന്റെ രട്ടഴിച്ച് സന്തോഷമുടിപ്പിക്കുന്ന ദൈവ കൃപയുടെ ഒരു വ്യാപാരം. ഓ ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞേ. ഇതുവരെ യെരൂശലേമിൽ ഒതുങ്ങി നിന്നൊരു സഭ ഇപ്പൊ ശമരിയിലെ, ഗലീലയിലെ, യഹൂദയിലെ വലിയ സന്തോഷമുണ്ടായി. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തി നടന്നു. അപ്പോൾ അങ്ങ് കൈസരിയിൽ ഇറ്റാലി എന്ന പട്ടാളത്തിലെ പട്ടാളക്കാരന് വെളിപ്പാടുണ്ടായി. ഇത് അടുത്ത തലത്തിലേക്ക് 30 മൈൽ ചുറ്റളവിലേക്ക്. ഒരു സ്തോത്രം പറയണം. പിന്നെ നീ പറയുന്ന ഈ ഇട്ടാവട്ടം ഇട്ടിയപ്പാറ എന്ന് പറയുന്ന ഒരു ചെറിയ ഇന്നർ സർക്കിൾ അല്ലെന്നേ. ഇവിടെ ദൂത് വെളിപ്പെട്ടാൽ, ആത്മാവ് ചലിച്ചാൽ അത് ദൂരങ്ങളിലേക്ക് വിശ്വസിക്കുന്നവര് മാത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മോനെ അവിടെ വരെ വരാൻ എത്ര മണിക്കൂറുണ്ട്? എത്ര മൈലുണ്ട് വീട്ടിൽ വരെ വരാൻ? 17 20? 20 ഉള്ളു. ഇനി അതിനപ്പുറത്തൊരു 10 മൈലൂടെ വരണം. അതിനപ്പുറത്തൂടെ 10 കൂടെ പോകും. അതിനിവിടെ ആരെങ്കിലും ആത്മാവില്ലാത്തവർ കണ്ണുകടിച്ചിട്ട് കാര്യമുണ്ടോ? തോന്നുന്നു പറഞ്ഞില്ല. എടാ, അഭിഷേകം നഷ്ടം കണ്ണു കടിക്കും. അഭിഷേകം ഇല്ലാത്ത കുറ്റവും കുറവും പറയും. ഇതൊന്നും നീ ശ്രദ്ധിക്കരുത്. നീ ദൈവത്തോടൊന്നും ചേർന്ന് നിന്നാൽ അതിൽ ഇറ്റാലി എന്ന പട്ടാളത്തിലെ അല്ലെങ്കിൽ കൊർന്നല്യോസ് എന്ന ശതാധിപൻ ഉൾപ്പെടെ ഒരു കൂട്ടം വിടുവിക്കപ്പെട്ടതുപോലെ ദൂരവ്യാപകമായ ചില വിടുതലുകൾ ദൈവം പകരും. സന്തോഷം തരും, സമാധാനം തരും. പട്ടണത്തിന്റെ ആഭിചാര പോരുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഇനി ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഗുണപ്പെടാത്തവന്റെ ബിസിനസ് നന്നാകുന്നു, കൂടോത്രം ചെയ്യുന്നവന്റെ കട വളരുന്നു, അവന്റെ കൊച്ചു നല്ല നിലയിൽ പോകുന്നു. രക്ഷിക്കപ്പെട്ട നിന്റെ അത് ഇടിഞ്ഞിടിഞ്ഞു വരുന്നു, താഴുന്നു. കാരണം അവൻ നീ തുടങ്ങിയപ്പോഴേ പറഞ്ഞു 3 ആഴ്ച അല്ലെ 3 മാസം ഞാൻ പൂട്ടുവെന്ന്. നീ അതറിഞ്ഞില്ല. നീ അതറിയാതെ പ്രാർത്ഥിക്കാതെ പോയി, നീ അതറിയാതെ ഉപവസിക്കാതെ പോയി, നീ അതറിയാതെ ദൈവം നീ കരയാതെ പോയി. നിന്റെ മിടുക്കൊണ്ടാന്ന് വിചാരിച്ചു. അവൻ വേറെ പരിപാടി ചെയ്തു. പക്ഷെ ഇന്ന് പകൽ ആഭിചാരക്കാരന്റെ കെട്ടടിഞ്ഞാൽ, ശീമോന്റെ കെട്ടടിഞ്ഞാൽ, അടഞ്ഞുപോയ നിന്റെ സ്ഥാപനം, മരിച്ചുപോയ നിന്റെ ഭവനത്തിലെ വിടുതലുകൾ ഇന്ന് പകൽ സംഭവിക്കുമെന്ന് ഉറപ്പുള്ളവര് വ്യക്തമായി ദൈവം പറയുകയാണ്. നിന്റെ ഭവനത്തിൽ മുട്ടുകുത്തുന്നവനെ കയറ്റ്. അവൻ കയറി മുട്ടുകുത്തി പ്രാർത്ഥിക്കട്ടെ. അതോടെ നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം വരും. ഏറ്റെടുക്കുന്നവര് മാത്രം ആ കരമൊന്നടിച്ച് നിന്നെ അവന്റെ ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ച് ഹല്ലേലൂയ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. നമുക്കൊരു ശക്തമായ തീരുമാനം എടുക്കാം. എൻ്റെ ഭവനം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവന്മാർക്ക് വേണ്ടി തുറക്കും, അല്ലാത്തവന്മാർക്ക് വേണ്ടി തുറക്കത്തില്ല. എൻ്റെ ഫോൺ അഭിഷേകമുള്ളവന്മാരോട് സംസാരിക്കാൻ തുറക്കും, അല്ലാത്തത് അറ്റൻഡ് ചെയ്യത്തില്ല. തീരുമാനിച്ചു. നീ രാവിലെ വിടുതലാന്ന്. പിന്നെ നിന്റെ ഫോൺ പോലും നിന്റെ നാവ് കൊണ്ടോ കാതുകൊണ്ടോ ദൈവഹിതമില്ലാത്ത ഇടപെടാതിരിക്കെ. ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിച്ചു. ഒരു വലിയ വിടുതൽ ദൈവം തരാൻ പോകുകയാ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ ഇന്ന് UK മാഞ്ചസ്റ്റർ കൺവെൻഷന്റെ സമാപന രാത്രി പ്രസംഗിക്കേണ്ടിയ. വെള്ളി ശനി ഞായറോടെ കൺവെൻഷനാണ്. പിന്നെ 4 കൺവെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ യുദ്ധം വന്നു. എത്തിക്കാതെ വഴി പാനൊക്കത്തില്ല, എത്തിക്കാതെ വഴി അബുദാബി വഴി പാനൊക്കത്തില്ല. അതൊക്കെ എനിക്ക് ഇന്ന് മനസ്സിലാകും. ദൈവഹിതമായിരുന്നു. എനിക്കങ്ങ് തിരക്കായിരുന്നു, ഭയങ്കര തിരക്ക്. ഇനി അവിടുന്ന് വന്നാലും ഭയങ്കര തിരക്കായിരുന്നു. ഈ ഒരു മാസം ഞാൻ അവിടെ പോകുന്നതുകൊണ്ട് പ്രോഗ്രാം ഒന്നും എടുത്തില്ല. അപ്പോൾ എന്നോട് ദൈവം പറഞ്ഞു ഉപവസിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് തൊട്ട് ഉപവസിക്കുക. ഇന്ന് തൊട്ട് 29 തീയതി വരെ ഉപവസിക്കുക. ഇന്ന് വൈകിട്ടോട്ട് ഇവിടെ യോഗമുണ്ട്. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരെല്ലാം വരണം. ഞാൻ ആരെങ്കിലും പൊട്ടിക്കാനും ആരെങ്കിലും വളർത്താനും വേണ്ടി ഇരിക്കുകയല്ല, പ്രാർത്ഥിക്കാൻ ഇരിക്കുക. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരെല്ലാം എന്ത് ചെയ്യണം? വരണം. നമുക്കൊന്നും ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കാം. എനിക്ക് ഉറപ്പുണ്ട്, പട്ടണം ദൈവം നിന്റെ കയ്യിൽ തരും. ഹല്ലേലൂയ. യോശുവയോട് പറഞ്ഞു, മോശയോട് കൂടി ഇരുന്ന പോലെ തന്നെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും,
നീ കാല് കുത്തുന്ന ഈ പട്ടണം ഞാൻ നിനക്ക് തരും. അതിന് മുമ്പിലെ യോർദാൻ നീ പേടിക്കണ്ട, മേലൊടുക്ക് തടഞ്ഞിരിക്കും. എരിഹോ കോട്ട നീ പേടിക്കണ്ട, ഞാൻ തകർത്തിരിക്കും. വഴി ഞാൻ തുറക്കും. സൂര്യനെ നിർത്തും, ചന്ദ്രനെ നിർത്തും. യുദ്ധം ഞാൻ ജയിപ്പിക്കും. യുദ്ധം നിനക്കുള്ളതല്ല, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. നീ എൻ്റെ വാക്ക് കേട്ട് മുൻപോട്ട് പോയാൽ ഞാനൊരു വീരനായ ദൈവമാണെന്നറിഞ്ഞ് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ച് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടട്ടെ. ഈ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ പറയണം, എൻ്റെ അകത്തൊരു സമാധാനമുണ്ട്, എൻ്റെ അകത്തൊരു സന്തോഷമുണ്ട്. ഓ ഹല്ലേലൂയ! ദൈവത്തോടുള്ള ഭക്തി വർദ്ധിച്ചു പോകുവാൻ. ഹല്ലേലൂയ ജീസസ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിച്ച അനന്തരം പാട്ടുപാടി സ്തോത്ര വഴിപാട് എടുത്ത് ഒടുവിലായി നമ്മുടെ നൈനാച്ചൻ ഭാഷ പ്രാർത്ഥിക്കും. വളരെ ഭക്തിയോടെ വടക്കേണ്ട ഈ സുദീർഘമായ വർഷം വേല ചെയ്ത ഭക്തനാണ്. ഈ ദിവസങ്ങളിൽ താൻ പോയത് അവിടെ പോരുമ്പോൾ ക്രമീകരണങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നു. അതൊക്കെ ചെയ്ത് സന്തോഷത്തോടെ മടങ്ങി വന്ന് ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഒടുവിലായി പ്രാർത്ഥിക്കും. ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് ഒരു പാട്ടിൻ്റെ ചരണങ്ങൾ ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കുന്ന അവസരത്തിൽ സ്തോത്ര വഴിപാട് അർപ്പിക്കുകയും ഒടുവിലായി പാസ്റ്റർ പ്രാർത്ഥിക്കുകയും ചെയ്യും. വിശേഷാൽ വൈകിട്ട് തൊട്ടുള്ള പ്രാർത്ഥനയിൽ എല്ലാവരും വന്ന് പങ്കെടുക്കുക. വൈകിട്ട് 6 മണിക്ക് ആരംഭിച്ച് 8:30 അവസാനിക്കും. രാവിലെ 10 മണിക്ക് ആരംഭിച്ച് 1 മണിക്ക് അവസാനിക്കും. വിശിഷ്ടരായ അഭിഷേകമുള്ള അനേകം ദൈവദാസന്മാർ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇവിടെ ഇന്ന് വന്ന പല ദൈവദാസന്മാർക്കും സമയം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സാരമില്ല, നമുക്ക് 9 മണി വരെ ഉള്ളല്ലോ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ പങ്കെടുക്കുക. നിങ്ങൾക്കും അവസരമുണ്ടാകും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഓരോരോ നന്മകൾ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലാണ് ഈ കഴിവുകളൊക്കെ നമുക്ക് ദൈവം തന്നത്. എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സഭയെ ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. തളരാതെ വാനവിരവിൽ നാം ചിറകടിച്ചുയർന്നിടുവാൻ ആത്മപുതുബലം ധരിച്ചിടുക. തളരാതെ വാനവിരവിൽ നാം ചിറകടിച്ചുയർന്നിടുവാൻ ആത്മപുതുബലം ധരിച്ചിടുക. രാത്രി കഴിവാറായി പകലേറ്റമടുത്തു, മാത്ര നേരത്തിനുള്ളിൽ കർത്തനും എഴുന്നള്ളാറായി. രാത്രി കഴിവാറായി പകലേറ്റമടുത്തു, മാത്ര നേരത്തിനുള്ളിൽ കർത്തനും എഴുന്നള്ളാറായി. വീരരെ ഉറങ്ങുകയോ, സിയോൻ യാത്രയിൽ മയങ്ങുകയോ. വീരരെ ഉറങ്ങുകയോ, സിയോൻ യാത്രയിൽ മയങ്ങുകയോ. നാം ധീരരായി ഗമിച്ചിടുക. ആമേൻ. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. ആമേൻ, ആമേൻ. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റമടുത്തുപോയൊരുങ്ങിടുക. ഓ തളരാതെ വാനവിരവിൽ നാം ചിറകടിച്ചുയർന്നിടുവാൻ. ഓ തളരാതെ വാനവിരവിൽ നാം ചിറകടിച്ചുയർന്നിടുവാൻ. ആത്മപുതുബലം